രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ പോര് പുതിയ തലത്തിൽ. നിലവിലെ ഭാരവാഹികൾക്ക് പകരം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നാൽ രാജിവെക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള 40 ഭാരവാഹികളുടെ നിലപാട്. ഇത് ഹൈക്കമാൻഡിനെ അറിയിച്ചു. അബിനെ കട്ടപ്പയാക്കി പോസ്റ്റർ ഇറക്കിയിരുന്നു യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം. രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്നിൽ നിന്നും കട്ടപ്പ കുത്തിവീഴ്ത്തിയെന്ന തരത്തിലായിരുന്നു പോസ്റ്റർ. ബാഹുബലി സിനിമയിലെ ആദ്യ ഭാഗത്തിലായിരുന്ന ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്നും കുത്തിവീഴ്ത്തി. എന്നാൽ രണ്ടാം ഭാഗത്ത് കട്ടപ്പയായിരുന്നു താരം. കുത്തിവീഴ്ത്തിയതിനും ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ ബാഹുബലി 2 കട്ടപ്പയുടെ മൂല്യം ഉയർന്നു. ഇതേ കട്ടപ്പയായി അബിൻ വർക്കിയെ ചിത്രീകരിച്ചതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്താതിരിക്കാനാണ്. ബാഹുബലി സിനിമയ്ക്ക് 2 ഭാഗമായിരുന്നു. അതിൽ ബാഹുബലി ദി ബിഗിനിങ് എന്നതായിരുന്നു ആദ്യ ഭാഗം. അവിടെയാണ് കട്ടപ്പ സംശയത്തിലായത്. എന്നാൽ ബാഹുബലി ദി കൺക്ലൂഷനിൽ ആ സംശയം നീങ്ങി. അങ്ങനെ ധീരതയുടെ പര്യായമായി കട്ടപ്പ മാറുകയും ചെയ്തു. ആ കട്ടപ്പ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചാണ് അബിനെ അപമാനിക്കാനുള്ള ശ്രമം. അതായത് രാജമൗലിയുടെ സിനിമാ സീരീസിലെ കട്ടപ്പ എന്ന കഥാപാത്രത്തിന് പിന്നിലെ കഥ പോലും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അറിയില്ലെന്ന് സാരം. നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. പ്രസിഡന്റ് ഏതെങ്കിലും ഘട്ടത്തിൽ രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റിന് ആ ചുമതല കൈമാറുന്നതാണ് രീതിയെന്ന് ഇവർ പറയുന്നു. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ഒഴിവിലേക്ക് പരിഗണിക്കപ്പെടേണ്ടയാൾ അബിൻ വർക്കിയാണ്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ് അബിൻ. സമരത്തിലും സോഷ്യൽ മീഡിയയിലും എല്ലാം സജീവം. ചാനൽ ചർച്ചയിലും നിറയുന്നു. ഈ മികവെല്ലാം ഉണ്ടെങ്കിലും എ ഗ്രൂപ്പിന് അർഹതപ്പെട്ടതാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അബിന് നൽകില്ല. ഇതുറപ്പിക്കാനായിരുന്നു കട്ടപ്പ പോസ്റ്റർ. ഇതിനിടെ ഷാഫി പറമ്പിലും എ ഗ്രൂപ്പിനുമൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യൂത്ത് കോൺഗ്രസ് പിടിക്കാൻ രംഗത്തുണ്ട്. മറ്റു പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. എന്നാൽ അത്തരം തീരുമാനങ്ങളിലേക്ക് കടന്നാൽ കടുത്ത നിലപാടെടുക്കുമെന്ന് അബിൻ വർക്കി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അബിൻ വർക്കിക്ക് നേരെ വ്യാപക വിമർശനമുയർന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കു പിന്നിൽ അബിനാണെന്നും സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ബിനു ചുള്ളിയിൽ KM അഭിജിത്ത് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് പരിഗണിച്ചിരുന്ന പേരാണ് അഭിജിത്തിൻ്റേത്. ഏറ്റവും ഒടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു.